സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ചേർന്ന് മാസം 10,000 രൂപ റെൻറ്റ് കൊടുത്താൽ നല്ല ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വാടക വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ വീട് നല്ല വീതിയുള്ള നല്ല വലിപ്പമുള്ള ടാറിംഗ് റോഡിന് മുൻവശമായി ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ്. ഈ വീട് ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ്. അതുപോലെ ഓഫീസ് കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ല, ഓഫീസുമായി ബന്ധപ്പെട്ട് അതുപോലത്തെ കാര്യങ്ങൾക്കും അതുപോലെ ചെറുതായി വളരെ ചെറിയ രീതിയിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഗോഡൗൺ പർപ്പസൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വീടാണ്. ഈ വീട് ഏകദേശം 6 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം 1200-1300 സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം, ഏകദേശം 1200-1300 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ഒരു വീടാണ്. ഈ വീട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 3.5-4 കിലോമീറ്റർ ഡിസ്റ്റൻസിലായി വടൂക്കര ഭാഗത്താണ് ഈ വീട് വരുന്നത്. ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനായി തൃശ്ശൂർ ടൗണിൽ നിന്നും 3-4 വഴികളിലൂടെ ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. തൃശ്ശൂരിൽ നിന്നും കുറുക്കഞ്ചേരി വഴി എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വടൂക്കര ഭാഗത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് പരിസരത്ത് നിന്നും അതുപോലെ ചുങ്കം, അയ്യന്തോൾ കളക്ട്രേറ്റ് പരിസരത്ത് നിന്നൊക്കെയും വളരെ എളുപ്പത്തിൽ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മാസവാടക 10,000 രൂപയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസായിട്ട് പ്രതീക്ഷിക്കുന്നത് 50,000 രൂപയാണ്. ഈ വീടിൻ്റെ അവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 200-300 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് ബോർവെല്ലാണ്. ബോർവെല്ല് അതുപോലെ തന്നെ മറ്റൊരു കുടിവെള്ള പദ്ധതിയും കൂടിയിട്ടുണ്ട്. വീട്ടിലെ ഉപയോഗങ്ങൾക്കും കാര്യങ്ങൾക്കും ബോർവെല്ലിലെ വെള്ളവും അതുപോലെ തന്നെ ചോറ് വയ്ക്കുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ ആയിട്ട് വേറൊരു കുടിവെള്ള പദ്ധതി, അങ്ങനെ 2 രീതിയിലുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ.